അരീക്കോട് MDMA കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഉഗാണ്ട സ്വദേശിനിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അരീക്കോട് പോലീസിനെ എത്തിച്ചത് മുഖ്യപ്രതിയുടെ ഫോൺ സംഭാഷണമാണ്. ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ലഹരിയുടെ പേരിൽ നാട്ടുകാർ സദാചാര പ്രശ്നമുണ്ടാക്കുന്നു എന്ന പ്രതി അസീസിന്റെ പരാതിയാണ് നിർണായകമായത്. പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യപ്രതിയുടെ ഫോൺ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. പ്രതിയാണ് കേട്ടോ ഈ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലായി. സാറേ, ഇവിടെ ഈ സദാചാരം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഈ ആൾക്കാർ വെറുതെ പോണോലും പറഞ്ഞൊക്കെ പിടിച്ചടിച്ചാണ് ഈ ലഹരിന്റെ പേരും പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് പരാതി അങ്ങോട്ട് വരാൻ പറയും. എനിക്കത് പരാതി ഉണ്ട്. നമ്മളിപ്പോ അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ വെക്കില്ല. ഞാൻ 2020 നമുക്ക് കേസില്ല. ഇവിടെ ഈ നാട്ടിൽ പിന്നെ ഈ പെണ്ണ് പിടിക്കാൻ പോണ ആൾക്കാർ മറ്റൊക്കെ വന്നുകാണ്ട് നാട് നോക്കാന്ന് പറഞ്ഞു. നിനക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് പോവാ. നീ ഒരു വ്യക്തി നിനക്ക് അറിയാലോ എങ്ങനെ പരാതി എഴുതുന്ന ഭാഗം അതിന്റെ നടപടി ഞാൻ എടുക്കാം. വ്യക്തമായിട്ട് അറിയാം സാറേ. സാർ ഉണ്ടെങ്കിൽ രാവിലെ വരാൻ. രാവിലെ വാ. ഓക്കെ. CA വിളിച്ചു പറഞ്ഞത് നാട്ടുകാരെ സദാചാരം എന്ന പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ലഹരി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുവെന്ന് പരാതി പറഞ്ഞ ആളുടെ പേരാണ് അറബി അസീസ്. ഈ അറബി അസീസിനെ പോലീസ് പൊക്കി. അയാളായിരുന്നു ഈ MDMAയുടെ പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ. നാട്ടുകാരെ പഴി പറഞ്ഞ അസീസ് ദിവസങ്ങൾക്കകം MDMAയുമായി പോലീസിന്റെ പിടിയിലുമായി. തുടരന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ നിന്ന് ഉഗാണ്ട സ്വദേശിനിയെ അരീക്കോട് പോലീസ് പിടികൂടിയത്. മുബഷിപ്പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് മുബഷിപ്പി അക്ബർ. ഈ അറബി അസീസിന്റെ ഓവർ സ്മാർട്ട്നെസ് ആണ് കാര്യങ്ങൾ അറബി അസീസിനെ കൊണ്ട് കുടിക്കരുതെന്ന് തോന്നുന്നു അല്ലേ? നാട്ടുകാരെ പരാതി പറഞ്ഞ് ലഹരിയുടെ പേരിൽ ഇവർ സദാചാര പോലീസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു റോള് കളിച്ചല്ലോ. ആ റോളാണ് വിനയായത് അല്ലേ? നിശ്ചയമായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ലഹരിക്കെതിരെ പല മേഖലകളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികളുണ്ട്, പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അരീക്കോട് മേഖലയിൽ വളരെ വ്യാപകമായ MDMA പോലെയുള്ള മാരക രാസലഹരി പദാർത്ഥങ്ങളുടെ വിതരണം ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർക്ക് കൃത്യമായൊരു നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായവരുടെ വീടുകളൊക്കെ തന്നെ നിരീക്ഷിക്കാൻ പറഞ്ഞിരുന്നു. അവിടെ വന്നു പോകുന്ന ആളുകളെക്കുറിച്ച് പോലീസിന് വിവരം നൽകാൻ പറഞ്ഞിരുന്നു. ആ തരത്തിൽ ആ മേഖലയിൽ തന്നെ പതിവായി ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന നിരവധി കേസുകളിൽ കാപ്പ ഉൾപ്പെടെ ചുമത്തപ്പെട്ടിട്ടുള്ള അറബി അസീസ് എന്ന് പറയുന്ന പൂവത്തിക്കൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ അസീസെ കഴിഞ്ഞ 18-ാം തീയതിയാണ് അരീക്കോട് പോലീസ് ഇൻസ്പെക്ടറെ വിളിച്ചൊരു പരാതി പറയുന്നത്. പരാതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നാട്ടുകാർക്കിടയിൽ നിന്നും വലിയ പ്രശ്നമാണ്, സദാചാര പ്രശ്നം പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയാണെന്നുള്ളതായിരുന്നു അറബി അസീസെ അരീക്കോട് പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നത്. എന്തായാലും പോലീസ് ഇയാളുടെ പെരുമാറ്റവും അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന പശ്ചാത്തലമൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് അത് വിശ്വസിക്കാതെ ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം 18-ാം തീയതി പോലീസിനെ വിളിച്ച് പരാതി പറയുന്നു. തുടർന്ന് 26-ാം തീയതിയാണ് ഇയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ MDMA പദാർത്ഥങ്ങളുമായി അരീക്കോട് പോലീസിൻ്റെ പിടിയിലാകുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ വിളിച്ച ആ ഒരു ഫോൺ കോൾ തന്നെ ഇയാൾക്ക് വിനയായി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ പോലീസിനെ വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത്തരത്തിലൊരു കാര്യം പോലീസിനോട് പറയുന്നു. തന്നെ ചില ആളുകളൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്, തൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നത്, അത് തൻ്റെ ബിസിനസ് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പറഞ്ഞ അബ്ദുൽ അസീസിനെ പോലീസും നിരീക്ഷിച്ചു വരുന്നതോടുകൂടി ഒരു ദിവസം ഇയാൾ അവിടെ നിന്നും ഫോർച്യൂണർ വാഹനത്തിൽ നിന്നും ഒരു മേഖലയിലേക്ക് കടന്നു പോകുന്ന പോലീസ് കാണുന്നു. ഇയാളെ പിന്തുടർന്ന സാഹചര്യത്തിലാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടായിരുന്നു പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾക്കകം ഇയാളെ പോലീസ് പിടികൂടി എന്നുള്ളതാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും അരീക്കോട് തന്നെയുള്ള മറ്റു MDMA പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളെയും അരീക്കോട് പോലീസ് പിടികൂടുന്നുണ്ട്. കൂടാതെ കണ്ണൂരിൽ നിന്നും ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ബാംഗ്ലൂരിൽ പോയി അതിസാഹസികമായി കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഉഗാണ്ട സ്വദേശിനായ ടിയോ പിസയെ 30 വയസ്സുള്ള യുവതിയെ അരീക്കോട് പോലീസ് പിടികൂടുകയായിരുന്നു. ബാംഗ്ലൂരിൽ ഈ MDMAയുടെ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉറവിടത്തിൽ എത്തിക്കൊണ്ടാണ് അതിസാഹസികമായി ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഇനിയും പിടിയിലാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ആ പ്രതി തന്നെ തുറന്നിട്ട വഴിയിലൂടെ നിർണായകമായ മറ്റു മുഖ്യപ്രതികൾ ഉൾപ്പെടെ ഒരു കേസിൽ അറസ്റ്റിലായി എന്നുള്ളതാണ്. ഊർജിതമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അരീക്കോട് SHOയും അറിയിക്കുന്നത്. താങ്ക് യു മുബഷീർ. എന്തായാലും അരീക്കോട് SHOയ്ക്കും പോലീസിനും അഭിവാദ്യങ്ങൾ. ഉഗാണ്ട സ്വദേശിനിയാണ് ബാംഗ്ലൂരിൽ പോയി പുലിമടയിൽ പോയി പൊക്കിയിരിക്കുന്നത്. MDMA നിർമ്മിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഉഗാണ്ട സ്വദേശിനിയെ പൊക്കിയിരിക്കുന്നത്. അതിലേക്ക് എത്തിയ വഴിയാണ് പറഞ്ഞത്. സദാചാര പോലീസാണ് കേട്ടോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച കക്ഷിയെ തന്നെ പോലീസ് പൊക്കി. അയാളുടെ കയ്യിൽ MDMA ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഉഗാണ്ട സ്വദേശിനിയിലേക്കുള്ള വഴി തെളിഞ്ഞത് എന്നാണ്.